അപ്പൊ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചോണം. നല്ല മനുഷ്യനെ എങ്ങനെ അറിയാം? പുള്ളി മറ്റേ കുടുംബത്തിലെ അവിടെ ഇരിക്കട്ടെ സാധനം. അതാണോ നല്ല മനുഷ്യൻ? നല്ല മനുഷ്യനെ എങ്ങനെ അറിയാം? നല്ല മനുഷ്യനാണെങ്കിൽ അങ്ങേറെ വായിന്ന് വരുന്ന നല്ല കാര്യമായിരിക്കും. അല്ലാതെ ഒരുത്തനെ നിന്ദിക്കുന്നതോ പരിഹസിക്കുന്നതോ പുച്ഛിക്കുന്നതോ കളിയാക്കുന്നതോ ആയിരിക്കില്ല. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. ദുഷ്ടൻ, അവിടെ ഗുഡ് മാൻ എന്നാണ് നല്ല മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. നോക്കിക്കോ, KJV ട്രാൻസ്ലേഷനിൽ, എ ഗുഡ് മാൻ ഔട്ട് ഓഫ് ദ ഗുഡ് ട്രഷർ ഓഫ് ഹിസ് ഹാർട്ട്. The second thing, and an evil man out of the evil treasure of his heart. ദുഷ്ട മനുഷ്യൻ എന്നുള്ളതിന് എഴുതിയിരിക്കുന്ന ഈവിൾ പേഴ്സൺ എന്ന, ഈവിൾ മാൻ. ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് വരുന്നെങ്കിൽ ഓർത്തോണം, അതേത് അവളാണെങ്കിൽ ഈവിളാണ്. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദോഷമായത് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഈ ദൈവത്തിനൊരു സ്വഭാവം ഉണ്ടേ, കേട്ടോട്ടെ, ഇത് കേട്ടിട്ട് നമുക്ക് നിർത്താം. ഈ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം നല്ല മനുഷ്യനെ നല്ല മനുഷ്യൻ എന്ന് വിളിക്കും. കേട്ടോ ക്രിസ്റ്റി പാസ്റ്ററെ, ജിജി പാസ്റ്ററെ, കേൾക്കുന്നോ? ദൈവത്തിന്റെ ഒരു സ്വഭാവം, നല്ല മനുഷ്യനെ ദൈവം എന്ത് ചെയ്യും? നല്ല മനുഷ്യൻ എന്ന് പറയും. ഈവിൾ പേഴ്സണെ ദൈവം ഈവിൾ പേഴ്സൺ എന്ന് പറയും. ഈവിൾ പേഴ്സൺ ഇനി കാശ് കൂടുതൽ കൊടുത്താലും ഈവിൾ പേഴ്സൺ എന്നേ പറയും ദൈവം. മനുഷ്യനാണ് ഇവിടെ പലതിന്റെ മിറകിൽ മറിയുന്നത്. ദൈവം മറിയില്ല. ദൈവത്തെ ആർക്കും മറിക്കാൻ പറ്റില്ല. അത് തെളിയിക്കുന്ന ഒരു വാക്യം ഞാൻ വായിപ്പിക്കാൻ പോവാ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 32-ാം അധ്യായം 5-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം വായിച്ചു. 2 വാക്യം വായിച്ചാൽ മതി. ഭോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കുകയില്ല, ആഭാസനെ മഹാത്മാവെന്നും പറയുകയില്ല. ഇനി ഈ വേർഡ് എനിക്ക് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത്ര നല്ലൊരു ലാംഗ്വേജ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് വേദോത്സവത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമല്ലേ. എനിക്കിനി വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും ഭാഷ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിലേ ഞാൻ വായിക്കുന്നുള്ളൂ. ഭോഷനെ ഞാൻ ഇനി ഉത്തമനെന്ന് വിളിക്കില്ല, ദൈവത്തിന്റെ സ്വഭാവ. ആഭാസനെ മഹാത്മാവെന്നും പറയില്ല. അപ്പൊ ഒരു ചോദ്യം, ആരാണ് ആഭാസൻ? അപ്പൊ നമ്മുടെ അകത്ത് കുറെ ചിത്രങ്ങൾ വരുന്നു, അങ്ങനെ ഇങ്ങനെ. അത് ബൈബിൾ പറയുന്നുണ്ട് 7-ാമത്തെ വാക്യത്തിൽ. എന്താ ആഭാസന്റെ പ്രശ്നം? ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. മറ്റുള്ളവനെ നശിപ്പിക്കാൻ, അത് സഭയാണെങ്കിലും ദൈവദാസനെയാണെങ്കിലും ആരെയാണെങ്കിലും, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വ്യാജ പ്രചരണം നടത്തുന്നവനെ, വ്യാജ വാക്കുകൾ ഉപയോഗിക്കുന്നവന് ദൈവം വിളിച്ചിരിക്കുന്ന പേരാണ് ആഭാസൻ. പുസ്തകത്തിൽ ഇല്ലെങ്കിൽ എന്നോട് കോപിക്കുക, പുസ്തകത്തിലുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക. ഭോഷനെ ഞാൻ ഉത്തമനെന്ന് വിളിക്കില്ല, ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇനി എത്ര കൂടുതൽ കാശ് കൊടുത്താലും വിളിക്കില്ല, ഇനി എന്നൊക്കെ ചെയ്താന്നും വിളിക്കില്ല. ദൈവം സ്ട്രൈറ്റ് ആണ്. ആഭാസനെ ഞാൻ മഹാത്മാവെന്ന് പറയില്ല. ഞാൻ പൊക്കിക്കൊണ്ട് നടക്കില്ല. ചിലര് പൊക്കിക്കൊണ്ട് നടന്നാലും ഞാൻ നടക്കില്ല. ആഭാസന്റെ ആയുധം എന്നാ? ആഭാസന്റെ ആയുധം എന്നാ? അവന്റെ ആയുധം എളിയവരെ വ്യാജ വാക്കുകൊണ്ട് നശിപ്പിക്കാനുള്ള അവന്റെ ശ്രമം. ആവശ്യമില്ലാത്തത് പറഞ്ഞു വരുത്തുക. ചിലരൊക്കെ ആദ്യമായിട്ട് ഇത് വായിക്കുന്ന കേട്ടോ. ഇത് വായിച്ചതെങ്കിലും ഒന്ന് പഠിച്ചാൽ നന്നായിരുന്നേനെ. ശരിയും തെറ്റും പഠിപ്പിച്ചു കൊടുക്കുക, നല്ലതും തീയതും തിരിച്ചു. അതാണല്ലോ ദൈവം പറഞ്ഞത്, നിങ്ങൾ അശുദ്ധവും മലിനവും അശുദ്ധവും വിശുദ്ധമായത് നിങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. സഭാപ്രസംഗി 4:6 എഴുതിയിരിക്കുന്നു, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ഹല്ലേലൂയ. ചിലർ പറയാറില്ലേ, അബദ്ധത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ എൻ്റെ ബ്രദറെ, അബദ്ധത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ എൻ്റെ പാസ്റ്റർ എന്ന് പറയത്തില്ലേ? പാസ്റ്റർ ഒന്ന് വായിച്ച വാക്യം എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. സഭാപ്രസംഗി 4:6-7 വായിച്ചു. 2 കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു,
നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുതെന്നൊരു വാക്യമുണ്ട് അവിടെ. അബദ്ധത്തിൽ സംഭവിച്ചു പോയി എന്ന് നീ ദൂതന്റെ മുമ്പിൽ പറയരുതെന്ന് എഴുതിയിട്ടുണ്ടോ? 5:6 എടുത്തേ. 5:6. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണം ആകരുത്. കാരണം നിന്റെ ശരീരത്തിന്, നിന്റെ ദേഹത്തിന് നിന്റെ വായ പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയരുത്. അയ്യോ, അബദ്ധത്തിൽ സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോഴേ ആർക്കെല്ലാമായിട്ട് പണി കൊടുത്തേച്ച് എല്ലാവരെയും നശിപ്പിച്ചേച്ച് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് പറ്റിപ്പോയി സാറേ എന്ന് പറയാൻ പറ്റില്ല. അബദ്ധത്തിൽ പറ്റിപ്പോയതെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിനാ? അപ്പം നിന്റെ വാക്ക് നിമിത്തം, നിന്റെ സംസാരം നിമിത്തം ദൈവം കോപിക്കുവാനും ന്യായവിധിയിൽ അകപ്പെടുവാനും ഇടവരരുത്. അതെന്താ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നേ? കാരണം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്റെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന, കുറ്റം പറയുന്ന അപവാദിയെ തീയിലേക്ക് തള്ളിയിട്ടല്ലോ. വാ കൊണ്ട് കുറ്റം പറയുന്ന, പരിഹസിക്കുന്ന. വെളിപ്പാട് 12:10 ഒന്ന് വായിച്ചേ. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ രക്ഷയും ശക്തിയും അവന്റെ രാജ്യവും അവൻ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞല്ലോ. അപവാദം പറയുന്നവന്റെ, പരിഹസിക്കുന്നവന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടാണെന്നുള്ളത് വെളിപ്പാട് 12:10 എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത്. അവിടെ എത്താനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? കൊലോസ്യർ 4:6. കൊലോസ്യർ 4:6. ദൈവം നിന്നെ വിളിച്ചത് എന്തിനാന്ന് പറയാം. കൊലോസ്യർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ദൈവം നിന്നെ വിളിച്ചത് നിന്റെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതുമാകട്ടെ. മറ്റുള്ളവർക്ക് പ്രയോജനകരമാകട്ടെ, അവർക്കൊരു നന്മയാകട്ടെ. കാരണം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ സഹോദരനോട് ഒരിക്കലും നീ നിസ്സാര എന്ന് പറയാൻ പാടില്ല. ഒന്ന് വായിച്ചേ, 31, 34 മുതൽ വായിച്ചേ. 12-ന്റെ. I'm going to close. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യനോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. 32-ാം വാക്യം. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലായികയാൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ കർത്താവ് പറയുന്നു, ദുഷ്ടന്മാർക്കൊരിക്കലും നല്ലത് സംസാരിക്കാൻ പറ്റുകയില്ല. നല്ല മനുഷ്യനെയും ഈവിൾ മനുഷ്യനെയും തിരിച്ചറിച്ചു തന്നു വചനത്തിലൂടെ. ദുഷ്ട മനുഷ്യർക്കൊരിക്കലും നല്ലത് സംസാരിക്കാൻ കഴിയില്ല, നന്മ പറഞ്ഞു കൊടുക്കില്ല. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. അടുത്ത വാക്യം. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അടുത്ത വാക്യം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, ഞാൻ നേരത്തെ സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, അബദ്ധവശാവായി എന്ന് വന്നു പോയതാണെന്ന് അന്നാളിൽ നീ ദൂതന്റെ മുമ്പിൽ പറയരുത്, പറയാൻ പറ്റുകയില്ലെന്ന് വായിച്ചില്ലേ? അതാണ് മത്തായി 12:36 യേശു പറഞ്ഞത്. മനുഷ്യൻ പറയുന്ന ഏത് ഞാൻ വെറുതെ പറഞ്ഞ ഭാഷ, അയ്യോ ഭാഷ ക്ഷമിക്കണം, ഞാൻ വെറുതെ മനുഷ്യൻ പറയുന്ന ഏതും നിസ്സാരവാക്കിനും, നമ്മൾ വെറുതെ നിസ്സാരമെന്നെണ്ണിയതിന് പോലും കണക്ക് എണ്ണി പറയേണ്ടിയ ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കുക. താങ്ക് യു ജീസസ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഈ വാക്കിലൂടെയാണ്. നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തത്, കുടുംബത്തോട് ഉടമ്പടി ചെയ്തതെല്ലാം ഈ വാക്കിലൂടെയാണ്. നിങ്ങളുടെ അധരങ്ങളുടെ ഫലം
ദൈവം സൃഷ്ടിക്കും. യെശയ്യാ 57:19 ഇന്നത്തെ വചനം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്പ്. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്. നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞതിൻ്റെ ഫ്രൂട്ട് ഞാൻ സൃഷ്ടിക്കും. നത്തിങ് മൂവ്സ് അൺടിൽ യു സ്പീക്ക്. നിങ്ങൾ പറയാതെ ഈ പർവ്വതം മാറില്ല. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലുണ്ട്. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ഓരോ പദങ്ങളുമുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് ഏറ്റു പറയാം. കർത്താവ്, എൻ്റെ വാ കൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ നെഗറ്റീവ് വേർഡ്സിനെ എന്നോട് ക്ഷമിക്കണമേ. അധമമായത് സംസാരിക്കാനല്ലല്ലോ നീ എന്നെ വിളിച്ചത്, ഉത്തമമായത് സംസാരിക്കാനാണല്ലോ. മറ്റുള്ളവരെ വാക്കുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു ആഭാസനായി, ഒരു ദുഷ്ടനായി ഞാൻ മാറാതെ ദൈവിക വിശുദ്ധിയിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോകാതെ എൻ്റെ വാഗ്ദത്ത നാട്ടിൽ എനിക്ക് എത്തുവാൻ, നിത്യതയിൽ എനിക്ക് എത്തിച്ചേരുവാൻ കൃപ തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഈ സമയത്ത് നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ പറയുക, നിങ്ങളുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കപ്പെടട്ടെ. നിങ്ങളുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ, നിങ്ങളുടെ മക്കളെ നോക്കി പറഞ്ഞ, സഭയെ നോക്കി, കുടുംബത്തെ നോക്കി പറഞ്ഞ നന്മയുടെ വാക്കുകൾ, തിന്മയുടെ വാക്കുകൾ ദൈവം എടുക്കില്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ ഒരാളെ അങ്ങ് ശപിച്ച് അവൻ മുടിയട്ടെ മുടിയട്ടെ എന്ന് അവനെ നോക്കി പറഞ്ഞ അവൻ മുടിയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ദൈവം അത് ചെയ്യില്ല. ആരും നശിച്ചു പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. വേറൊരാളുടെ ഭർത്താവിനെയോ വേറൊരാളുടെ ഭാര്യയോ നീ മോഹിക്കരുത്. വേറൊരാളുടെ നന്മ നീ മോഹിക്കരുത്. ആവശ്യമില്ലാത്ത വിശ്വാസ പ്രഖ്യാപനമൊന്നും ദൈവം എടുക്കുകയല്ല കേട്ടോ. മൈൻഡ് പോലും ചെയ്യുകയില്ല. അതൊക്കെ പിശാച് ഉപയോഗിക്കും. വാ തുറന്ന് ദൈവഹിത പ്രകാരമുള്ള കാര്യം അധരം തുറന്ന് പറയുക. അവന്റെ സഭ പൊട്ടണേ, അതെല്ലാം കൂടി ഇങ്ങോട്ട് പോരണേ എന്ന് പറഞ്ഞാൽ അതൊന്നും ദൈവം എടുക്കുകയില്ല. അതൊക്കെ നിന്റെ ജഡമാ, പക്ക ജഡം. നിന്റെ അകത്തെ ഈവിൾ പേഴ്സൺ അത് പറയുന്നേ. നല്ല മനുഷ്യരാകുക. യെരൂശലേമിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ശിമയോൻ എന്നായിരുന്നു. അവൻ പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു. ആദ്യം നല്ലൊരു മനുഷ്യനാകുക. നല്ലൊരു മനുഷ്യനാകുക. നല്ലത് സംസാരിക്കുന്ന മനുഷ്യനാകുക. ബിക്കോസ് യുവർ വേർഡ് ഡിഫൈൻസ് യുവർ ലൈഫ്. Your word define your value and your words define your personality. You are not better than your words. You are not greater than your words. Hallelujah. The character of your words is the character of your personality. നിന്റെ സംസാരമാണ് നിന്റെ വ്യക്തിത്വം. Your words will reveal your background, your situation. നല്ലത് പറഞ്ഞാട്ടെ. ഫോൺ എടുത്ത് നല്ലത് പറഞ്ഞാട്ടെ. നല്ല മെസ്സേജുകൾ ഷെയർ ചെയ്താട്ടെ. നല്ല കാര്യങ്ങൾ പങ്കുവെച്ചാട്ടെ. ഒരു രോഗിയായിട്ട് കിടക്കുമ്പം, മരിക്കാറായി കിടക്കുമ്പം അവൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ഇതേ രോഗം പിടിച്ച് 5 പേര് മരിച്ചെന്ന് അവനോട് പറയാതെ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാട്ടെ. കർത്താവ് നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അവർ കഴിവുള്ളവരാകുമെന്ന് പറഞ്ഞാട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ഈ അനുഗ്രഹത്തിന്റെ, ആശീർവാദത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുന്ന എൻ്റെ ദൈവദാസനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാട്ടെ. പലരും ഞാൻ മുടിയാനും തകരാനും വാ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരാളെങ്കിലും ഇടിവിൽ കയറി നിന്നുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ചാട്ടെ. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കൈകളൊന്ന് ഉയർത്തി പിടിക്കാമോ? വായ്കൾ തുറന്ന് പറയുക, ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. നിത്യനായ സത്യവാനായ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവശക്തനാകുന്ന ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏതെങ്കിലും പാസ്റ്റർമാരെ കുറിച്ച്, നിങ്ങളുടെ സഭയിലെ ദൈവദാസനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടുണ്ടോ? നിന്റെ തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അവർ ദൈവഭയമുള്ളവരായി തീരുവാൻ പറയരുത്. കാരണം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ദൈവത്തെ ഭയപ്പെടുന്നതും കണ്ടുവേണം നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ. പറയരുത്, പറയരുത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ ഒരു എഴുത്തുകോലെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു.
സമർത്ഥനായ എഴുത്തുകാരന്റെ കയ്യിലൊരു പേന കിട്ടിയാൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അതുപോലെ സമർത്ഥനായ ഒരു ലേഖകന്റെ എഴുത്തുകോൽ പോലെയാണ് നിന്റെ നാവ്. ജീസസ് അത്തിയെ നോക്കി യേശു പറഞ്ഞതുപോലെ, രാജഭൃത്യന്റെ മകനെ നോക്കി പറഞ്ഞതുപോലെ, ആ ശതാധിപന്റെ ബാല്യക്കാരനെ നോക്കി പറഞ്ഞതുപോലെ വിശ്വാസം പറയുക, വിശ്വാസം പറയുക, ശബ്ദമുയർത്തി പറയുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളെ തന്നെ ബ്ലസ് ചെയ്യുക. നിങ്ങളെ നോക്കി ആരാണ്ടൊക്കെ പറഞ്ഞ ഏതാണ്ടൊക്കെ വാക്കുകളില്ലേ, അതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ ഏറ്റെടുക്കണ്ട, ക്യാൻസൽ ചെയ്ത് കളയുക. അവരും ഇവരും പറഞ്ഞതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോന്നേ. ദൈവം നിന്നെ നോക്കി പറഞ്ഞതാ. 2, നീ നിന്നെ നോക്കി പറഞ്ഞതാ.